അപ്പം നമുക്കതിനായിട്ട് ഒരു കോട്ടൺ തുണി അതെല്ലാം ടിഷ്യൂ പേപ്പറിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ വീട്ടിൽ കട്ട മേടിച്ച് പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് ഇതിന്. അപ്പം നമുക്കതൊന്ന് കിഴി കെട്ടി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കിഴി കെട്ടിയിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്ത് ആ നോബിൻ്റെ ഭാഗത്തൊക്കെ ഇതേപോലെ നാക്കി കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിലൊക്കെ എണ്ണയൊക്കെ വീണിട്ട് ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ഇതേപോലെ ഒന്ന് കിഴി കെട്ടി വയ്ക്കുക. നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ജനലിനകത്ത് കിഴി കെട്ടി വയ്ക്കുക. മഞ്ഞൾപ്പൊടി ഭാഗത്തെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പ് ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും. അതേപോലെ ഗ്യാസ് അടുപ്പിൽ നമുക്ക് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കാണത്തില്ല ഉറുമ്പിൻ്റെ. അടുത്ത ടിപ്പിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ അടുത്തൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് വിനാഗിരി, സോഡാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് 3 മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ട് അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പറഞ്ഞ കണക്ക് നല്ല മഞ്ഞൾപ്പൊടിയാണിത്, നല്ലൊരു എഫക്റ്റാണ് ഇതിന്. അതേപോലെ തന്നെ നമുക്ക് അതിനകത്തോട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇല്ല എങ്കിൽ സോഡാപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തൊരു വിനാഗിരിയാണ് വേണ്ടത്. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് മൂലം നമ്മുടെ സിങ്കിനകത്തുള്ള ബ്ലോക്കൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എത്ര വലിയ ബ്ലോക്കാണെങ്കിലും നമുക്ക് ഇത് ഒഴിച്ച് സിങ്ക് ഒന്ന് കഴുകുക, അതല്ലെങ്കിൽ സിങ്കിൻ്റെ സീവിനകത്ത് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എത്ര വലിയ ബ്ലോക്കാണെങ്കിലും നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തതിന് ശേഷം കണ്ടോ നല്ലൊരു സൊല്യൂഷനാണിത്. കാരണം വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്നിട്ട് കണ്ടോ നല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സിങ്ക് തേച്ച് കഴിയുകയും ചെയ്യാം. അതുമാത്രമല്ല അതിനകത്തുള്ള ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി, ഇത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴുകുന്ന മൂലം പ്രത്യേകിച്ച് അതിനകത്ത് സോഡാപ്പൊടിയോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരു വെള്ളം അതിനകത്തോട്ട് ഇറങ്ങിയിട്ട് അതിനകത്തുള്ള ബ്ലോക്കെല്ലാം മാറിക്കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് തേച്ച് കഴുകിയെടുക്കാം. അപ്പോൾ തേച്ച് കഴുകുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് സോപ്പും കാര്യങ്ങളൊന്നും വേണ്ട. എന്നാലും ഞാനൊരു പതയ്ക്ക് വേണ്ടി നല്ലൊരു പത കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തേച്ച് കഴുകിയെടുക്കാം. അപ്പോൾ അതിനകത്തുള്ള എത്ര വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിലും മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കി കിട്ടും. അതാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം കൂടുതലായിട്ട്. അപ്പോൾ സിങ്കിനകത്തുനിന്ന് വരുന്ന ആ ഒരു ബാക്ടീരിയകളെല്ലാം പോകും കേട്ടോ. പുറത്ത് കാണുന്ന നമ്മുടെ സിങ്കിൻ്റെ 4 വശത്തും കാണുന്ന ബാക്ടീരിയ ഒക്കെ പോയി കിട്ടും.